ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആവുകയാണേ. അപ്പോൾ ഇത് നമ്മുടെ മീഷോ എന്ന് വാങ്ങിയതാണ് കേട്ടോ. ടീഷർട്ട്, ജീൻസ് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്കത്ര പ്രത്യേകിച്ച് അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇടാൻ അറിയത്തുമില്ല, ഞാൻ ഇടാറുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു കണ്ണെഴുതും, പിന്നെ പൊട്ടുവിടും, പിന്നെ ലിപ്സ്റ്റിക്ക് അടിക്കും, അങ്ങനെയുള്ള കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും ഞാൻ എടുത്തേക്കാറില്ല, അറിയത്തില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്കിഷ്ടവുമല്ല. അപ്പോൾ ഉള്ള ലുക്കിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണൊക്കെ എഴുതി കേട്ടോ, കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ വെച്ചു. അപ്പോൾ ഇനി മുടിയാണ് ടാസ്ക് കേട്ടോ. ഈ മുടി എങ്ങനെ കിട്ടിയാലും ഒരു കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, സാധാ നമ്മുടെ പൊക്കി കെട്ടിയേക്കുന്ന പോലെ തന്നെ കെട്ടി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും വീടിൻ്റെ അലപ്പ്. പക്ഷേ ഈ സമയത്ത് വന്നിരുന്നാൽ ഞാൻ എടുക്കുന്നതുകൊണ്ടായിരിക്കാം മിക്കവാറും, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനും ഈ പറയുന്ന പോലെ എൻ്റെ ഇടയ്ക്കൂടെ വോയിസ് കൊടുക്കണ്ടേ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം, ഓക്കെ. അപ്പോൾ എൻ്റെ ഇടയ്ക്കൂടെ അനിയത്തി വന്നു കേട്ടോ. അവളുടെ മുടി ഇച്ചിരി മെനക്കേടാണ് ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ. അവൾക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കെട്ടിക്കൊടുക്കാറ് കേട്ടോ. എങ്ങനെ പോയാലും പണ്ട് മുതലേ കുഞ്ഞിന് മുതലേ ഞാൻ തന്നെ കേട്ടോ ഒരുക്കുന്നത്. ഇന്നലെ പറഞ്ഞൊന്നുമല്ല, ഞങ്ങളുടെ കാര്യം എന്ന് വെച്ചാൽ അവളെ പണ്ട് മുതലേ ഞാനത് ഒരുക്കുന്നത് കേട്ടോ. മുടിയുടെ കാര്യത്തിനൊക്കെ, മുടിയൊക്കെ എങ്ങനെയായാലും ഏത് കുളത്തിലായാലും അവൾ എന്നെ കൊണ്ടുപോയി തരും. അപ്പം ഞാനത് മെനക്കി കൊടുക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് എങ്ങനെ വീഡിയോ ഒന്നും വോയിസ് ഓവർ എങ്ങനെ കൊടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റേതായിട്ട് അറിയാവുന്ന പോലെ തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ടൗണിലെത്തി കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ടൗണിൽ നിന്ന് ഇവിടെ നമ്മുടെ മെയിൻ എന്താ പറയുക, പുനലൂർക്കാർക്കൊരു വികാരമായൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ മെയിൻ തൂക്കുപാലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് കയറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ. പിന്നെ മഴയൊക്കെ വരുന്ന ഗൈസ്, ഇപ്പോൾ എന്ത് ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മെനക്കേടാവും. അപ്പോൾ ഞങ്ങളിവിടെ ഒരു പള്ളിയുടെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ സ്കൂള് വന്നു, പിന്നെ വലുതായിട്ട് വ്ളോഗോ കാര്യങ്ങളോ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അമ്മയുടെ ക്ലിനിക്ക് വന്നു. അവിടെ നേരം കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് നേരം എന്താ പറയുക, ഓരോന്നൊക്കെ ചുമ്മാ വായി നോക്കിയിട്ടൊക്കെ ഇറങ്ങി പോയിരുന്നു. അവനവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവനവിടെ പോയാലും പിന്നെ വലിയ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മെല്ലെ, ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു ചുമ്മാ ഒരു ലൈം അടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. രാവിലെ പിന്നെ ഒന്നും കഴിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിന് 10ൽ ഫുൾ A+ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു സെലിബ്രേഷൻ കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ പുനലൂർ നമ്മുടെ അരസു ബേക്കറിയിലാട്ടോ വന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഗോസിപ്പ് കടിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുറച്ച് നേരം ലാഗ് അടിച്ചു കേട്ടോ. കുറേ നേരം അങ്ങനെ ഇരുന്നു. പിന്നെ എന്താ പറയുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കമൻറ്റിൽ പറയുക. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കേക്കൊക്കെ വന്നു കേട്ടോ. കേക്കൊക്കെ വന്ന് ഞങ്ങൾ കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ വീഡിയോസ് ഇനിയും ഞാൻ ഇടാം. അപ്പോൾ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, ഇനിയിപ്പം കുറച്ചൊന്ന് റെഡിയാക്കണം. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി, കുഞ്ഞു വഴക്കൊക്കെ ആയപ്പോഴത്തേക്കും നേരത്തെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, എൻ്റെ ചെറിയൊരു വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ ടാറ്റാ.